വീട് നിർമ്മിക്കാനായി 50 മീറ്റർ ദൂരത്തേക്ക് മണ്ണ് മാറ്റിയിട്ട നിർധന കുടുംബത്തിന് ജിയോളജി വകുപ്പിന്റെ കനത്ത പിഴ. കാസർഗോഡ് ബളാൽ സ്വദേശിയായ ഗോവിന്ദൻ തങ്കമണി ദമ്പതികൾക്കാണ് ഈ ദുർഗതി വന്നത്. പ്രൈം മിനിസ്റ്ററുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് വീട് ലഭ്യമായത്. ബളാൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ചെറിയ വാടക വീട്ടിലായിരുന്നു ഇത്രയും കാലം ഗോവിന്ദനും തങ്കമണിയും താമസിച്ചിരുന്നത്. വർഷങ്ങളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയാണ് ഇവർക്ക് തീർത്തും അർഹമായ വീട് PMAY പദ്ധതിയിലൂടെ ലഭിച്ചത്. എന്നാൽ വീട് പണി പുരോഗമിക്കുന്നതിനിടെയാണ് ജിയോളജി വകുപ്പ് പിഴയുമായി എത്തിയത്. ഓരോരു കാര്യം ഞാൻ വിചാരിക്കലുണ്ട്, പോട്ട് അവസാനിപ്പിക്കാന്ന്. ആരും ഒന്നിനൊന്നില്ലാതെ ജീവിച്ചിട്ട് ഭൂമിയിൽ ആരോ തന്നെ ഇപ്പം 50,000 3 മാസം ഇപ്പോൾ അവധി പറഞ്ഞിട്ടുണ്ട്. ആടുന്നവർ നിങ്ങൾ അത് എടുക്കുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം. മണ്ണിനേക്കാളും ബുദ്ധിമുട്ട് കല്ലിനാന്ന് പൈസ. അതൊന്നും നിങ്ങൾക്ക് അറിയില്ലെന്നാണെന്ന് ചോദിച്ചത്. ചെരിഞ്ഞ ഭൂമിയായതിനാൽ അവിടെ നിരപ്പാക്കാൻ വേണ്ടിയായിരുന്നു അവർ മണ്ണ് നീക്കിയത്. നീക്കിയ മണ്ണ് സമീപവാസിയുടെ പറമ്പിൽ നിക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ വൻകിട മാഫിയകൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന അധികൃതർ സാധാരണക്കാരെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഒരു കെട്ടുതാലി ഉൾപ്പെടെ പണയം വെക്കുകയും ചെയ്തിട്ടാണ് ആ സാമ്പത്തികം കണ്ടെത്തിയത്. ഏതാണ്ട് 5 ലക്ഷത്തോളം രൂപ ആ വീട് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. കണ്ണിച്ചോരയില്ലാത്ത ഈ സമീപനം ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഈ നാട്ടിലെ പൊതുവായ ജനങ്ങളുടെ അഭിപ്രായം. ഈ നിസ്സഹായ അവസ്ഥ കണ്ടെങ്കിലും അധികൃതർ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.